ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് വെറൈറ്റി ദോശകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ദോശ ഉണ്ടാക്കാറുണ്ട്. ഈ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തുവിട്ട എന്തായാലും അവർ ഉറപ്പായിട്ടും മുഴുവൻ കഴിച്ച് പാത്രം കാലിയാക്കി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് ചോറും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയെടുത്ത മാവാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്നെ ട്രൈ ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന മുട്ട മസാല ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും, കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു പിഞ്ച് കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചൂടായ ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നല്ല നൈസായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയ്ക്കെല്ലാം ലേശം നെയ്യ് തൂവി കൊടുക്കുന്നത് നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നതിന് അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ദോശ ഒന്ന് ക്രിസ്പായി വന്നതിന് ശേഷം മാത്രമേ മുട്ട ഒഴിച്ചു കൊടുക്കാവൂ. ശേഷം ദോശയെ മുഴുവനായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഇനി ഒരുപാട് നേരം വെക്കേണ്ട, അപ്പോൾ തന്നെ തിരിച്ച് എടുക്കാവുന്നതാണ്. നമ്മുടെ മുട്ട മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ നാടൻ മസാല ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും ഉഴുന്നും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് മൂത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ലേശം കറിവേപ്പിലയും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇത് ഒരുപാട് വെന്ത് കുഴയേണ്ട കേട്ടോ. നമ്മുടെ സവാളയിൽ നിന്ന് ഒരുപാട് വെന്ത് കുഴയേണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മിക്സായി ഈ മസാല ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചൂടായ കല്ലിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നേരത്തെ പോലെ തന്നെ നല്ല നൈസായിട്ട് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ദോശ ഒന്ന് ക്രിസ്പായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നെയ്യ് തൂവി കൊടുക്കാം. കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് മസാല കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മടക്കി എടുത്താൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ചുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയെ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് നമുക്ക് കാരദോശ ഉണ്ടാക്കാം. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ കാരദോശ. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 സവാളയും ഒരു 3-4 കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു തക്കാളിയും ഒരു 3 വറ്റൽമുളകും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതാ ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആകും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചൂടായ കല്ലിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കൂടെ ലേശം നെയ്യ് കൂടി തൂക്കി കൊടുക്കാം. ദോശ ഒന്ന് ക്രിസ്പായി വന്ന ശേഷം മാത്രമേ നമ്മുടെ നെയ്യ് തൂവി കൊടുക്കാവൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാര ദോശയ്ക്കുള്ള മസാല ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദോശയുടെ 4 വശത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് ക്രിസ്പായി വരുമ്പോഴത്തേക്ക് നമുക്കിത് മടക്കി എടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കാം.
അതിനായിട്ട് ഇതാ കല്ലിവിടെ ചൂടായിട്ടുണ്ട്. ഇത് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് കേട്ടോ. ദോശ ഒന്ന് ക്രിസ്പായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടെ ചെറുതായി അരിഞ്ഞ സവാളയും ചെറുതായി അരിഞ്ഞ തക്കാളിയും കുറച്ച് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും കുറച്ച് സ്വീറ്റ് കോണും പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഷേഷാൻ ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് മാവ് ഒഴിച്ച് ചുറ്റിച്ച ശേഷം ഇതിലേക്ക് നല്ലതുപോലെ നെയ്യ് തൂവി കൊടുക്കാം. നെയ്യ് തൂകിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ദോശപ്പൊടി. അപ്പോൾ ദോശപ്പൊടിയുടെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ കറിയൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ പൊടി ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദോശ ഉണ്ടാക്കുക. അതിനായിട്ട് മാവ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഊത്തപ്പ സ്റ്റൈൽ ദോശയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചുറ്റിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മാവ് ഒഴിച്ച് ചുറ്റിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മറച്ചിട്ട് എടുത്ത് നമ്മുടെ ഊത്തപ്പ ദോശ ഇവിടെ റെഡിയായി. ഇതും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് എന്തായാലും ഇത് കൊടുത്താൽ കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. ലേശം നെയ്യ് കൂടി ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത ദോശ ഏതാണെന്ന് നോക്കിയാൽ ഈ ഒരു ദോശ എന്തായാലും നമ്മുടെ കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ച് നല്ലതുപോലെ ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ദോശ ഒന്ന് ക്രിസ്പായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്, നെയ്യല്ല ബട്ടർ. കുറച്ച് ബട്ടർ നല്ലതുപോലെ നമ്മുടെ ദോശയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അമൂലിൻ്റെ മിഠായി മേത്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ചേർത്താലും മതി. നല്ലതുപോലെ ഒന്ന് ദോശയ്ക്ക് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ദോശ നന്നായി ഒന്ന് ക്രിസ്പായി വന്ന ശേഷം ഇതൊന്നും മടക്കി എടുത്താൽ മതി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ദോശ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, എന്തായാലും അവർ കഴിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ദോശ, അതിനായിട്ട് ദോശ കല്ലിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ച ശേഷം ഇതിലേക്ക് ലേശം നെയ്യ് കൂടി തൂവി കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന മുട്ട മസാലയില്ലേ, അതുപോലെ കുറച്ച് മുട്ട മസാല ഉണ്ടാക്കി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ലോഡഡ് ദോശ ഇവിടെ റെഡിയായി. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പായി വന്നാൽ മടക്കിയെടുക്കാം. അപ്പോൾ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം നല്ല ഗീ റോസ്റ്റ്. എന്തായാലും ഇത് എല്ലാവർക്കും അറിയാവുന്ന ദോശയാണ് കേട്ടോ. മക്കൾക്കൊക്കെ എപ്പോഴും പറയുന്നതാണ് നോർമൽ ദോശയെക്കാട്ടിയും ഗീ റോസ്റ്റ് മതി എന്നുള്ളത്. അതിനായിട്ട് ദോശ മാവ് ചുറ്റിച്ച് ഗീ റോസ്റ്റിലേക്ക് നല്ലതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. നല്ലതുപോലെ നെയ്യ് ഒഴിച്ച ശേഷം ദോശ നന്നായി ക്രിസ്പായി വന്ന ശേഷം ചുറ്റിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ വെറൈറ്റി ദോശാസ് എല്ലാം എല്ലാവരും കണ്ടല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.